വാ ആനവണ്ടിയിലൊരു യാത്ര പോകാം. ഒരു യാത്ര പോകാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ടിക്കറ്റിൽ ഇതുവരെ ഇല്ലാത്തൊരു മാറ്റം. ടിക്കറ്റിൽ ഫീമെയിൽ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ ഒരു ഗ്യാരണ്ടിയായ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ കണക്കെടുപ്പിൻ്റെ ഭാഗമായാണ് ഈ ഒരു മെയിൽ ഫീമെയിൽ എന്ന കാറ്റഗറി തിരിച്ച് അത് ടിക്കറ്റിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഏട്ടാ, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാ? ഇതിൽ ഇന്നു മുതൽ വന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ മെയില് ഫീമെയിൽ എന്ന ഇതാണ് മിഷനിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് കൊടുക്കുന്നത് ഫീമെയിലും പുരുഷനും മെയിലും ചെയ്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നത്. ടിക്കറ്റ് ഇന്നത്തെ ഒരു അവസ്ഥയിൽ മെയില് ഫീമെയിൽ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് വിതരണം നടത്തുമ്പോൾ കുറച്ച് താമസം എടുക്കുന്നത് ടിക്കറ്റ് കൊടുക്കാം. ഗവൺമെൻറ് കണക്കെടുപ്പ് പുതിയ ഗവൺമെൻറ് കണക്കെടുപ്പിൻ്റെ ഭാഗമാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സ്ത്രീ യാത്രക്കാർക്കായിരുന്ന ചീമേനി റൂട്ടിലേക്കുള്ള KSRTCയിലാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത സ്ത്രീകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത ഇന്നത്തെ ടിക്കറ്റിൽ കണ്ടു. എന്താണെന്ന് ശ്രദ്ധിച്ചോ? ഫീമെയിൽ എന്നൊരു ഓപ്ഷൻ വന്നല്ലേ? അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാൻ കാരണം എന്നറിയോ? KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നില്ല അങ്ങനെ ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് എത്രത്തോളം സ്ത്രീകൾക്ക് അത് പ്രയോജനപ്പെടും? സ്ത്രീകൾക്ക് പ്രയോജനം തന്നെയാണ്. ജോലിക്ക് പോകുന്നതാണ് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കറക്റ്റായിട്ടാവോ എന്ന് വിശ്വാസപ്പെടും. സ്ത്രീകൾക്ക് വളരെ നല്ലത് തന്നെയാണ്. എല്ലാവർക്കും ജോലി സ്ഥലത്തും അവിടെ പോകാനെല്ലാം ഒക്കെ നല്ലതാണ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് 8 എടുക്കാൻ കഴിയാത്തവൻ 10 എടുക്കുന്നതെന്ന് പറഞ്ഞ മാതിരിയാണ്. നേരത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 600 കൊടുക്കാണ്ട് 18 മാസം നിർത്തിയാൽ ഇപ്പം 3000 വീതം കൊടുക്കുന്ന പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം. നമ്മുടെ അഭിപ്രായത്തിൽ കർണാടകത്തിലുണ്ട്, കേരളത്തിലും നടക്കുന്ന വിചാരിക്കും. കോൺഗ്രസ് ഗവൺമെൻറ് അല്ലേ ഈ ഫ്രീ കൊടുക്കുന്നതിന് യോജിക്കുന്നു. പക്ഷെങ്കിൽ അത് സാധാരണക്കാരും പൈസക്കാരും ഉണ്ടല്ലോ. അപ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഫ്രീ കൊടുക്കുന്നതാണ് ഞാൻ യോജിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള പല യാത്രക്കാരോടും നമ്മൾ സംസാരിച്ചു. പലർക്കും പല അഭിപ്രായങ്ങളാണുള്ളത്. എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഗ്യാരണ്ടി ഉറപ്പ് വന്നാൽ അത് അത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് സ്ത്രീകൾ ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്. നിത്യേന KSRTC ആശ്രയിക്കുന്ന ഒരുപാട് വനിതകളുണ്ട്. ആ ഒരു സ്ത്രീകൾക്ക് ഈ ഒരു സൗജന്യ യാത്ര എന്നത് അത്രത്തോളം പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഈ ഒരു കാറ്റഗറി തിരിച്ച് ഇന്നു മുതൽ കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. നിത്യേന എത്ര സ്ത്രീകൾ കയറുന്നു അതിനനുസരിച്ച് വേണം അതിനുള്ള ഒരു മാസത്തെ ചിലവും അതുപോലെ എത്രത്തോളം പൈസ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട് എന്നൊക്കെ തീരുമാനിക്കാൻ അതിനുള്ള ഒരു ട്രയൽ എന്ന രൂപേണയാണ് ഇന്നു മുതൽ കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ആശിഷ് കണ്ടൂത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.